ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ടൗണായ എഡിൻബറയിലെ മറ്റൊരു സായാഹ്നത്തിലേക്ക് നിങ്ങളെല്ലാവർക്കും സന്തോഷപൂർവ്വം സ്വാഗതം. റോയൽ മെയിലിലേക്ക് കയറിയാൽ ഏറ്റവും മനോഹരമായി കാണുന്ന കാഴ്ചകളിലൊന്ന് ഈ തെരുവിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ആളുകളും അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ആളുകളുമാണ്. റോയൽ മൈലിൽ നിന്നും ഒരു ഫോട്ടോ സ്പോട്ട് തേടി നേരെ എത്തിയത് വിക്ടോറിയ സ്ട്രീറ്റിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലപ്പോഴും പലരുടേതായിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വിക്ടോറിയ സ്ട്രീറ്റ് അത്യാവശ്യം ഒരു ഫോട്ടോ സ്പോട്ടായിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം നിങ്ങൾ കണ്ടു, ഈ ബിൽഡിങ്, ഈ കട കണ്ടു, അതൊരു ബട്ടർ സ്കോച്ച് ബിയർ കിട്ടുന്ന കടയാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ സത്യമാണ്, ഇപ്പോൾ അവിടെ അതാണെന്ന് ലഭിക്കുന്നത്. എന്നാൽ ഇതേ ബിൽഡിങ്ങിലിരുന്നാണ് JK റോളിങ്സ് വിഖ്യാതമായിട്ടുള്ള ഹാരി പോട്ടർ സീരീസ് എഴുതി തീർത്തത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ആ ജനലിന്റെ അടുത്തോട്ട് ഇവിടെ. അവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് താഴെ ഫുഡ് സ്ട്രീറ്റിലേക്ക് എത്തിയപ്പോൾ രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് അവിടെ ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ചേട്ടനെയൊക്കെ കാണാനായിട്ട് സാധിച്ചു. പുള്ളിനെ cheer ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഫുഡാണ്. ഫുഡ്, ബിയർ, ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഒരു വൈകുന്നേരം ഒന്ന് കുടിച്ച് കഴിച്ച് അറുമാദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ ഫുഡ് സ്ട്രീറ്റിന്റെ എൻഡിലേക്ക് വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ എഡിൻബറ കാസിലിന്റെ ഒരു സൈഡിന്റെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ലഭിക്കും. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും റോയൽ മൈലിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എഡിൻബറ ടാറ്റു ഫെസ്റ്റിവൽ കാണുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. സോ പുറത്ത് നിന്നവർ പുറത്തേക്ക് ട്രൂപ്പ് റാലി ആയിട്ട് വരുമ്പോഴേക്കും കാണാമെന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമയമായപ്പോഴേക്കും രാത്രിയായി, 10 മണിയായി, വിശക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കടകളിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് തീരുമാനിച്ചു. തൊട്ടടുത്തുള്ള സുവനീർ ഷോപ്പുകളിലൊന്ന് കയറി അവിടെ പോയിട്ട് സുവനീറൊക്കെ ഇങ്ങനെ തപ്പി. കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് എഡിൻബറ കാസലിനെ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ എഡിൻബറയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഇവിടുത്തെ ഹെയർമൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കൂസ്, പശു, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് സുവനീറുകൾ ഇവിടെ ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 ഞാൻ വാങ്ങി. അതിന്റെ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വിശപ്പങ്ങ് കലശലായി. നേരെ വീണ്ടും മറ്റൊരു വഴി കിട്ടി. ഇവിടെ ഒരുപാട് ഇടവഴികളുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെ ചെന്നപ്പോൾ ബെർത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് ചെന്ന് ഫിഷ് ആൻഡ് ചിപ്സ് മേടിച്ചു. അവിടെ ചെന്നപ്പോഴാണ് അത്ഭുതം, അത് നടത്തുന്നത് 2 മലയാളികളാണ്. അവരോടൊക്കെ സംസാരിച്ച് ഫിഷ് ആൻഡ് ചിപ്സുമായിട്ട് ഞങ്ങൾ നേരെ വന്ന് സ്ട്രീറ്റിലിരുന്ന് തന്നെ ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു. ഇനി എഡിൻബറ ടാറ്റു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്.